ഇതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഹൈലൈറ്റ്. അതിനോട് ചേർന്നിട്ട് ഒരു ഡാമേജും വെള്ളങ്ങൾക്കോ ബാക്കിയുള്ളതിനോ വരാതെ ഇവർ ചെയ്ത സെറ്റപ്പാണ് ഈ കാറ്റ് വില്ലേജ് കേട്ടോ. മെയിനായിട്ട് ഇവർ ഇതുപോലത്തെ നമ്മളെ ആ സിൽവർ കാറ്റഗറിയുള്ള സാധനങ്ങൾ ഇത് മണിപ്പൂരിൽ കുറേയൊക്കെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് കേട്ടോ. സാധാരണക്കാരന് എങ്ങനെ വരാം, അവൻ വന്നാൽ എങ്ങനെ ഒരു രൂപ നഷ്ടപ്പെടാതെ ഒരു പ്രോബ്ലത്തിൽ പെടാതെ അവന് എല്ലാ സ്ഥലങ്ങളും കണ്ടു പോകാൻ പറ്റും എന്നതൊക്കെയാണ് ഞാൻ എൻ്റെ യാത്രകളിൽ എപ്പോഴും നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. വില്ലേജിലേക്കുള്ള വഴികളൊക്കെ ഇതേ രീതിയിൽ ഒരുക്കിയത് നമ്മളോട് ചാർജ് വാങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടിലാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു സിറ്റിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയെ അങ്ങനെ എല്ലാം നമുക്ക് കിട്ടുന്നത്. അതും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരു 50,000 രൂപയായിട്ട് നാട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റും. അതല്ലേ രസം. ഇതൊക്കെ ചെറിയ പൈസയല്ലേ ഉള്ളൂ, 450 രൂപയുള്ളൂ ഇവിടേക്ക് വരെ. ഇതാണ് ഇവിടുത്തെ കാറ്റിലെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഞാൻ കാണിച്ചില്ലേ, അതാണ് ഡ്രസ്സുകൾ കേട്ടോ. ഇംഗ്ലീഷുകാർ ഈ ഡ്രസ്സ് ഇടുമ്പോൾ കേട്ടോ ഭയങ്കര രസം. ഇതുപോലത്തെ എത്ര ലൊക്കേഷൻ നമ്മളെ കേരളത്തിലുണ്ടല്ലേ. ഇത് വലിയൊരു അനുഭവമാണ്. ഇത് ശരിക്ക് നമുക്ക് 100% എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫോളോ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വരിയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരാട്ടോ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. അവിടെ വികാതിരിക്കാനുള്ള സംവിധാനം കല്ലിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിട്ടോ. കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സാധനം. ഇവിടുത്തെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഈ വില്ലേജിലെ നാച്ചുറലായിട്ട് നല്ല ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇവിടെ നിന്നിട്ട്. മോ 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 മൈ ഫ്രണ്ട്. അങ്ങനെ നമ്മളെ വിയറ്റ്നാമിലെ സാപ്പയിലെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. മോം കുടുംബത്തിൽപ്പെട്ട മോം എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ഇവിടെ. അവർക്ക് സ്വന്തം ലാംഗ്വേജ്, സ്വന്തം ഗ്രാമങ്ങളൊക്കെ ഉള്ളതാണ്. അവരെ ഡ്രസ്സാണ് നമ്മളെ CCയുടെ ഡ്രസ്സ് എടുത്തിട്ടതാണ് ഞാൻ. എല്ലാവർക്കും നമ്മളെ യാത്രയിൽ ഇത് കാണുമ്പോൾ ഭയങ്കര അതിശയം കേട്ടോ, പ്രത്യേകിച്ച് യൂറോപ്യൻസിന്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വില്ലേജിലേക്കുള്ള യാത്രയിലാണ്. നല്ല മഞ്ഞ്, മഴ, പൊടിയുന്ന മഴകൾ, എല്ലാം ഭയങ്കര നല്ലൊരു കാലാവസ്ഥയാണ്. നിങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ കാറ്റ് വില്ലേജിലേക്കുള്ള പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും, സുഹൃത്തുക്കളായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇപ്പോൾ പെട്ടെന്ന് വന്നതാട്ടോ കോട. നമ്മൾ ഈ യാത്രേൻ്റെ ഇടയിൽ പെട്ടെന്ന് വന്നതാണ്. ഇവിടെ ഭയങ്കര ഡെവലപ്പിംഗ് നടക്കുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യുക സാധാ സ്ഥലങ്ങളിലേക്കാണ്, സാധാരണക്കാരായ ജീവിതം. ഞാൻ യാത്രകളിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം, യൂറോപ്യൻസിൻ്റെ കൂടെ നിങ്ങൾ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു യാത്ര എങ്ങനെ വേണമെന്നുള്ളത്. നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയോണ്ടോ ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ടോ മറ്റൊരു രീതിയിലും അവരെ ഇതിനെ ചെയ്യില്ല. അവരെ ഉന്മേഷത്തിന് വേണ്ടിയിട്ട്, ഉഷാറിന് വേണ്ടിയിട്ടും സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സത്യമായിട്ട് യാത്ര ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് നമ്മളങ്ങനെ തന്നെ കേട്ടോ ചെയ്യുക. നമ്മൾ കാറ്റ് വില്ലേജിൻ്റെ എൻട്രിയിലേക്ക് വരിക കേട്ടോ. ഇതാണ് കാറ്റ് വില്ലേജിൻ്റെ എൻട്രി. ഇതിലേക്ക് വരുന്നവർക്ക് ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. നമ്മളിതാ ഇവിടെ അതിൻ്റെ എൻട്രി പോയിൻ്റുകളാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. എൻട്രി പോയിൻ്റാണ്. നമ്മൾ അതിലൂടെയുള്ള യാത്രകളാണ്. ഇവിടെ കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഒരുപാട് ടൂറിസമായിട്ട് ഇവർ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ. നമ്മളെ ഓരോരോ വില്ലേജുകൾ ഇതേപോലെ എൻട്രിക്ക് ഒരു ചാർജ് വാങ്ങിയെന്ന് വെച്ചിട്ട് ടൂറിസ്റ്റുകൾക്കൊന്നും വിഷയം ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെയും ഗവൺമെൻറ്റിനോ കോർപ്പറേഷനോ പഞ്ചായത്തിനോ വരുമാനം ചെയ്യാൻ പറ്റും. കാരണം ആ വില്ലേജിൻ്റെ ഒരു 4-5 പ്രത്യേകതകൾ വേണം. എന്തെങ്കിലും നല്ല പ്രത്യേകതകളുള്ള വില്ലേജ് ആയിക്കഴിഞ്ഞാൽ ആ വില്ലേജിൻ്റെ എൻട്രിയിൽ ഇതേപോലെ ഒരു പേരൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം അതൊരു എന്താ പറയുക ഒരു ടിക്കറ്റ് ചാർജ് ചെയ്യാവുന്ന സംഗതികളാണ് കേട്ടോ ശരിക്കും. അപ്പോൾ നമ്മൾ ഈ വില്ലേജിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ വില്ലേജ് വർഷങ്ങളായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സ്റ്റേ ചെയ്യൽ കൂടി ആയതുകൊണ്ട് ഇവിടെ വലിയ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ ഒരുപാട് ഹോട്ടൽസുകൾ വന്നു കഴിഞ്ഞിട്ടു. അതായത് 5 സ്റ്റാർ ഹോട്ടൽസ് വരെ ഇവിടെ ഉണ്ട് എന്നതാണ് പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലത്തിനെ അത് മാർക്കറ്റിംഗ് ചെയ്ത് ഡെവലപ്പായി എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയാണ് അല്ലേ. നമ്മളെ നാട്ടിലും നമ്മളിപ്പോൾ മുന്നാറൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങൾ നമ്മൾ പണ്ട് കണ്ട ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ വലിയ വലിയ എടുപ്പുകൾ ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ്.
അപ്പോൾ അതിനൊന്നും നിവൃത്തില്ല. ലോകത്ത് ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വിയറ്റ്നാമിലേക്ക് ഞങ്ങളോട് പറയുന്നത് ചില ഏരിയകളിൽ മാത്രമേ ഇതുപോലെ ഡെവലപ്പായി പോയിട്ടുള്ളൂ. ബാക്കിയുള്ള കുറേ ഏരിയകൾ നമുക്ക് ഇഷ്ടം പോലെ ടൂറിസത്തിന് സാധാരണയായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ചിലവ് കുറഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പറ്റുകയും ചെയ്യും. ലോകത്തിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഭംഗികളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിയറ്റ്നാമിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബഡ്ജറ്റും സാധാരണക്കാരന് വരാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മളെ കാഴ്ചപ്പാട്, എൻ്റെ പ്രത്യേകിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരന് എങ്ങനെ വരാം, അവൻ വന്നാൽ എങ്ങനെ ഒരു രൂപ നഷ്ടപ്പെടാതെ ഒരു പ്രോബ്ലത്തിൽ പെടാതെ അവന് എല്ലാ സ്ഥലങ്ങളും കണ്ടു പോകാൻ പറ്റും എന്നതൊക്കെയാണ് ഞാൻ എൻ്റെ യാത്രകളിൽ എപ്പോഴും നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഏത് രീതിയിൽ പരിശ്രമിച്ചാൽ നമുക്ക് എന്തൊക്കെ ലാഭങ്ങളുണ്ട്, എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ബന്ധങ്ങൾ എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മളെ ഫ്രണ്ട്ലി രാജ്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കാറ്. നമ്മളെ റിസോർട്ടുകളായാലും ഹോം സ്റ്റേകളായാലും ഒക്കെ തന്നെ ആക്ടിവിറ്റീസ് കൊടുക്കണം കേട്ടോ. നമുക്കവിടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസുകൾ കൂടി ഇതിൽ ആഡ് ചെയ്യണം. ശരിക്കും ആക്ടിവിറ്റീസ് ഈ കാഴ്ചകളെ പോലെ തന്നെ പ്രധാനമാണ്. നമ്മൾ ഈ മൗണ്ടൻ ട്രെക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര കാര്യമുള്ള സംഗതിയാണ്. ഇംഗ്ലീഷുകാർ നല്ല ഒരുവിധം ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൗണ്ടൻ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കലായ രീതിയിലായിരിക്കണം നമ്മളതിനെ സെറ്റ് ചെയ്യുന്നത്. മറ്റുള്ള ട്രെക്കിംഗ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊടുക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതുപോലത്തെ കുറേ കാഴ്ചകൾ, പ്രത്യേകമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. കാറ്റ് ഹിൽസ് സാപ്പ, ഇതാണ് ഇത് ഇവിടുത്തെ ഒരു ഇതാണ് കേട്ടോ, എന്താ പറയുക, റിസോർട്ടാണ്. നമുക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ കുലുങ്ങുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറ ക്ലിയർ ആവുന്നുണ്ടാവില്ല, സോറി. വേറെ നിവൃത്തിയില്ല, കുഴികളാണ് ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും നല്ല കാഴ്ചകൾ എടുക്കാതെ നിവൃത്തിയില്ല. ഇതിൽ നമ്മളെ അവിടുത്തെ ചുരമായിരുന്നു, പക്ഷെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇപ്പം റോഡ് ടാറിങ് ഒഴിവാക്കി കോൺക്രീറ്റാണ് അധികവും കാണുന്നത്. തെംനാമേ ഹൗസ്, ചോത്തു ട്രാങ് ഫു, ഇവിടെ ലാലാ ഫാം, ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ. പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന സ്ഥലം സത്യത്തിൽ ചൈനയിൽ പോയാലോട്ടോ. നമ്മൾ എന്തിൽ പോയാലും അതിനൊരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു ഡ്രസ്സ് ഇടൽ തന്നെ അവർക്ക് ഒരു ആക്ടിവിറ്റീസാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ തുണി എടുത്ത് പഠിപ്പിക്കുക, ഷർട്ട് ഇടുക, ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസിൽ ചെയ്തിട്ട് ഈ തുണി എടുത്തപ്പോൾ ഞാൻ ഈ മോമിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര രസമായിരിക്കും. നമ്മളെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ട്രിപ്പ് പോവുക, പറഞ്ഞ മനസ്സിലായില്ല, നമ്മളെ എന്താ പറയുക, കോണകം പോലും, സത്യത്തിൽ ആണുങ്ങൾക്ക് നമ്മളെ കോണകം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സംശയമില്ല. അപ്പോൾ നമ്മൾ പല ഡ്രസ്സുകളുണ്ട്, സ്ത്രീകൾക്ക് സാരി, ആണുങ്ങൾക്ക് തുണിയും കുപ്പായവും ഒക്കെ. നമ്മൾ ഇതേപോലെ ഡ്രസ്സ് ഇടാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വലിയ കാര്യമായിരിക്കും കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡ്രസ്സുകൾ ഇവർ എന്താ പീസസ് ഹൗസ്, ഇത് ഈ ഡ്രസ്സ് ഇവർക്ക് ഇടാൻ കൊടുക്കും, അതിന് റെൻ്റ് ഉണ്ടാവും കേട്ടോ, വിൽപ്പനക്ക് ഉണ്ടാവും. ഇവിടെ ഇത് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ്സ് ഉണ്ടില്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രസ്സാണ്. അതുകൊണ്ട് ഇവർ കാറ്റ് വില്ലേജിൽ ഈ ഡ്രസ്സ് ഇടൽ ഒരു പ്രത്യേകമായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. അതൊരു വരുമാനമാണ്. ഡ്രസ്സ് തയ്ക്കുന്ന ആൾക്കാർക്കായാലും അത് വാടക കൊടുക്കുന്ന ആൾക്കാരായാലും എല്ലാവർക്കും വരുമാനം കിട്ടില്ലല്ലേ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതിലൂടെ ഇപ്പം ഞാൻ നടക്കുന്ന പോലെ ഇവർക്ക് നടക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനമാണ് കേട്ടോ. അതിനിവർ ഒരു റെൻറ്റ് ചാർജ് ചെയ്യുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഈ സംഗതികൾ നമ്മൾ കാണുന്ന ഈ ഡ്രസ്സുകൾ. ലേഡീസിന്, പുരുഷന്മാർക്കുള്ള കോട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ വലിയൊരു ബിസിനസ്സാണ്. നമ്മൾ ചൈനയിൽ പോയ സമയത്ത് ബീജിങ്ങിൽ നിങ്ങൾ കണ്ടിരുന്നോ ചൈനീസ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ലേഡീസിൻ്റെ ഒരു വീഡിയോ? അപ്പോൾ അതേപോലെ തന്നെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ അതിൻ്റെ വില്ലേജിലേക്കുള്ള എൻട്രീൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളുള്ളത്. ഇതേപോലെ ഇവർ ഡ്രസ്സ് ഇട്ടുണ്ടോ, ഡ്രസ്സ് ഇതേപോലെ ഇടയിട്ട് ചെയ്യുക, ഇതേപോലെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുക ചെയ്യുക. പല ടൈപ്പ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. എന്തൊക്കെ ടൈപ്പാണെന്നറിയാം. നമുക്ക് കുട്ടികൾക്ക് വരെ ഉണ്ട് ഇതേപോലത്തെ അടിപൊളി ഡ്രസ്സുകളാണ്.
ഈ ഓരോ ഡ്രസ്സിനും ഓരോരോ റേറ്റാണ് ഇവർക്ക് ഫോട്ടോയിൽ ഇതിട്ടിട്ട് ഇവരുടേതായ ഒരു രീതിയിൽ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൻ്റെ ഡ്രസ്സുകളായിട്ട് ഇതേപോലെ ഇട്ടിട്ട് ഇവർക്ക് നടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ നടക്കുന്നത് പോലെ ഇവിടെ എല്ലാ സ്ഥലത്തും ഇതൊരു ബിസിനസ് തന്നെ കേട്ടോ. ഇത് മൊത്തത്തിൽ ഇവിടെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. കാറ്റ് വില്ലേജ് ഞാൻ പറയില്ല, ഇവിടെ റേറ്റ് നമുക്ക് ഇതിനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആയിരിക്കാം അവർ ഒരു റേറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, മാപ്പ് ഓഫ് കാറ്റ് വില്ലേജ്. അപ്പോൾ ഇത് കാറ്റ് വില്ലേജിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനും അതിൻ്റെ ലൊക്കേഷൻ കാണാനും ഇവരെന്ത് ചെയ്തു, അതിൻ്റെ എൻട്രൻസിലേക്ക് ഇവർക്ക് ഒരു ടിക്കറ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. ആ ടിക്കറ്റ് ചാർജ് 150 150 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100-ന് 300 450 റുപ്യ. 450 റുപ്യ നമുക്ക് എൻട്രി ഫീ ആട്ടോ അവിടേക്കുള്ള. യാ അപ്പം 450 രൂപ നമുക്ക് എൻട്രി ഫീ കൊടുക്കണം. എൻട്രി ഫീ കിട്ടിയാൽ നമുക്ക് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാഴ്ചകളാണ്. 150 ടിക്കറ്റ് കിട്ടും, ഒരു അഡൽറ്റിന് 150, കുട്ടികൾക്ക് 70. അപ്പോൾ ടിക്കറ്റ് തരുക ഇതേപോലത്തെ ഒരു സ്കാനിങ് ടിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുമായിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ, ഇതുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ ആളെവിടെ, നമ്മൾ സിസിൻ്റെ ഹസ്ബൻഡ് ഇവിടെ പുറത്തേക്ക് പോയോ? ഹലോ. അപ്പം നമ്മൾ ഓക്കെ, നമ്മളിതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ടാണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ 6 മണിക്ക് തുറക്കും. ഹലോ. ഓക്കെ, ഇവിടെ ടാക്സി ചെക്കിംഗ് പോയിന്റ്. എല്ലാവരും ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടോ, ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇന്ന് വേറെ ആൾക്കാരെങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അവർ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ഇങ്ങനെ ഒരാൾ വേറൊരു വില്ലേജിൻ്റെ ഇതിൽ ചില രാജ്യങ്ങളിൽ ഇപ്പം നമ്മൾ മണിപ്പൂരൊക്കെ നടന്നതുപോലെ പല സ്ഥലങ്ങളിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വിഭാഗത്തിനോട് വിരോധമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്നെ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ? ശരിയല്ലേ? സിസ്റ്റമൊക്കെ ഇതാ ഇതിലാണ് കേട്ടോ, നമ്മളിതിനെ സ്കാൻ ചെയ്യുന്നുണ്ട്. നല്ല സിസ്റ്റങ്ങളാണ് കേട്ടോ. ഹലോ, നല്ല സിസ്റ്റങ്ങളാണ്, നല്ല പുതിയ സിസ്റ്റങ്ങളാണ് കേട്ടോ. ഓക്കെ. കേബിൾ കാർ ഉണ്ട് കേട്ടോ, കേബിൾ കാറിൻ്റെ ഒരു സർവീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നും നോക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇടുക്കിയിലും ഇവിടെയൊക്കെ കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ എൻട്രി പറഞ്ഞിട്ട് മൃഗശാല പോലത്തെ കുറേ ഗാർഡനുകളൊക്കെ ഇങ്ങനെ തന്നെ ഒരു ടിക്കറ്റിന് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അതുപോലത്തെ സ്ഥലങ്ങളായിരിക്കും. എന്തായാലും ഇവർ പറയുന്ന കാറ്റ് വില്ലേജ് എന്നാണ്. അപ്പോൾ നമ്മളൊരു വില്ലേജ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ശരിക്കും നമ്മൾ വന്നത് കേട്ടോ. 450 റുപ്യ ടിക്കറ്റ് ചാർജ് ഉണ്ട്. വേർ വി ഗോയിങ്? വാട്ടർഫോൾസ്. Cat village, huh? Cat village. Okay. You like this mom dress? Yeah, good. Yeah, your dress, this one. Yeah. ഇവൻ്റെ ഡ്രസ്സാണിത്. ഇവൻ്റെ ഡ്രസ്സ് ഇട്ട് എടുത്ത് എനിക്ക് തന്നതാ സിസി. അവിടുന്ന് തുടക്കം തന്നപ്പോൾ അവന് വലിയ ഇഷ്ടമൊന്നും ആയില്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളെ സ്വന്തം ആളായി. ഇപ്പം നമ്മളെ സ്വന്തം കുട്ടിയാണിപ്പോൾ. കണ്ടില്ല നിങ്ങൾ, നമ്മളിങ്ങനെയാണ് ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നലെ സിസിനെ കിട്ടി, സിസിനെ ഹാൻഡിൽ ചെയ്ത പോലെ ഇന്നിപ്പോൾ ഇന്നലെ അതിന് ശേഷം രാത്രിയാണല്ലോ പിന്നെ പരിചയപ്പെടുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്ക് ഓൻ നമ്മളാളായി. ഇനിയിപ്പോൾ യാത്രയിലൊക്കെ നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും. അതാണ് യാത്രേൻ്റെ മറ്റൊരു ട്രിക്ക്. ഇവിടെ ഇതേപോലെ നടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ. ഇവിടെ ഇതേപോലെ ഇങ്ങനത്തെ വാഹനമുണ്ട് കേട്ടോ, ഇലക്ട്രിക്കൽ വാഹനമുണ്ട് നമുക്ക്. അപ്പോൾ കാലിന് സുഖമില്ലാത്തവർക്കൊക്കെ വരികയാണെങ്കിലും കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാഹനത്തിൽ പോകാം. നല്ല നല്ല സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് തന്നെ അത് കാണുന്നുണ്ട്. അതിൻ്റെ അടിപൊളി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ അടിപൊളി ആയിരിക്കും ഇപ്രാവശ്യം. ഞാൻ എന്തായാലും ഇത്ര വിചാരിച്ചു, അവനൊരു വില്ലേജ് മാതിരിയാണ് കണ്ടത്. പക്ഷെ അവർ ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. അതിനാണ് ഈ ചാർജ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ നല്ല അത് നടക്കുന്നു പോകാനോ കാഴ്ചക്കോ എന്തോ. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വേറെ എന്തൊക്കെയോ സംഗതികളുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. ഈ നടക്കുന്ന ഭാഗവും വരെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കരിങ്കല്ലിൽ തന്നെ നിങ്ങൾ കണ്ട, നിങ്ങൾ വരയിട്ടിട്ടാണ് കരിങ്കല്ലുള്ളത്, സ്ലിപ്പാവാതെ ഇരിക്കാൻ. അത് ഭയങ്കര ഒരു ഐഡിയ അല്ലേ? എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ റബ്ബർ പോയിന്റുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് കേട്ടോ. ഈ രീതികളിലാട്ടോ ബോർഡ് വെക്കേണ്ടത് ശരിക്കും. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ യൂറോപ്യൻസിനെ ഫോളോ ചെയ്യുന്നതാണ്. ഇങ്ങനെ കണ്ടാൽ മതി ബോർഡ്, അല്ലാതെ നല്ല ഫ്ലക്സ് ബോർഡൊന്നും വെച്ചിട്ട് ആൾക്കാരെ ഇതാവരുത്, കളർഫുള്ളായി പോകരുത്. ഇവിടേക്ക് 10,000, ഇവിടുത്തെ 10,000 കൊടുത്താൽ ഇതിൻ്റെ അകത്ത് പോകട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഇല്ലേ നടന്നു പോവാം, ഫ്രീ അല്ല. ഇവിടെ ഒരു അടിപൊളി പുതിയ ലാൻഡ് ക്രൂസർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ മിനിസ്റ്ററോ അല്ലെങ്കിൽ
വലിയ ഇവിടുത്തെ ഇതിൻ്റെ ഓണറൊക്കെ ആയിരിക്കും. ഇതൊരു പ്രൈവറ്റ് കമ്പനിക്കാണ് നടത്തിപ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിസി ഇന്നലെ പറഞ്ഞിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നടത്താൻ കൊടുത്ത. ഇവിടുന്നുള്ള കാഴ്ചകൾ നോക്കി നിങ്ങൾ, മുള കൊണ്ടാണ് കേട്ടോ ആ വീടുകളൊക്കെ മുള കൊണ്ടാണ്. ഇത് നമ്മൾ ശരിക്ക് പകർത്താൻ കഴിയുന്ന ഒരു വലിയ സംഭവമാണ്. നമ്മളെ നാട്ടിൽ തന്നെ എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ചൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം കണ്ടിട്ടുണ്ട്, പക്ഷെ തുടരാതെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ പലതും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഒരു കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജ് തന്നെയാണ് കേട്ടോ ശരിക്കും. അത് ആ വില്ലേജിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടിക്കറ്റും ചാർജൊക്കെ വാങ്ങി നിർത്തിയത്. വില്ലേജിലേക്കുള്ള വഴികളൊക്കെ ഇതേ രീതിയിൽ ഒരുക്കിയത് നമ്മളോട് ചാർജ് വാങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ. അതൊരു കമ്പനി മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ കൊളായിട്ടുണ്ടാവും, സത്യമാണ്. അപ്പോൾ ഈ വില്ലേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഈ വില്ലേജ് ഇപ്പം പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല, പണ്ട് ആൾക്കാർ ഇവിടെ ജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു മാർക്കറ്റിംഗ് ആക്കി എന്നതാണ് ഇതിൽ കാണുന്നത്. നമ്മളിത് അങ്ങോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതൊക്കെ ഒരു കണ്ടില്ലെങ്കിൽ ഒരു മലഞ്ചെരുവിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് സിറ്റിയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ മ്യൂസിക് കേൾക്കുന്ന പോലെ അതിൻ്റെ ഒരു വെള്ളച്ചാട്ടം തന്നെ മതി അതിൻ്റെ എല്ലാത്തിനും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടിലാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു സിറ്റിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയെ അങ്ങനെ എല്ലാം നമുക്ക് കിട്ടുന്നത്. ഓരോ ചെടികളും കണ്ടെങ്കിലും പൂക്കളും ചെടികളും മഞ്ഞും മഴയും എങ്ങനെയുണ്ട്. ഇനി ജീവിതത്തിൽ നമ്മൾ കവികൾ പറഞ്ഞ എന്ത് നേടാനാണ് ഇനി ബാക്കിയുള്ളത് ഈ കാഴ്ചകളിൽ അല്ലേ? അതും ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഒരു 50,000 രൂപയായിട്ട് നാട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റും. അതല്ലേ രസം. ഇതൊക്കെ ചെറിയ പൈസ അല്ലേ ഉള്ളൂ, 450 രൂപയുള്ളൂ ഇവിടേക്ക് വരെ. അതുപോലത്തെ ഒരു പാലങ്ങളുണ്ട് കേട്ടോ, ഗാർഡനൊക്കെ വെച്ചിട്ട് ഉള്ള പാലങ്ങളുണ്ട്. ഇതാ ഇവിടെ നിന്നുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യട്ടോ. ഇനി മരത്തിൻ്റെ മുളകളുമായിട്ടുള്ള ഇതിൽ നിന്നാണ് നമ്മൾ ഇറങ്ങുന്ന സ്റ്റെപ്പ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാറ്റിലെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഞാൻ കാണിച്ചില്ലേ, അതാണ് ഡ്രസ്സുകൾ കേട്ടോ. അപ്പം ഇവിടെ ഇതാ ഇതുപോലത്തെ കോഫി ഷോപ്സുകളുണ്ട്, കണ്ടില്ല നിങ്ങൾ. ഇത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കേട്ടോ നമുക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് വലിയൊരു അനുഭവമാണ്. ഇത് ശരിക്ക് നമുക്ക് 100% എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫോളോ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ടൂറിസം ഡെവലപ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ശരിക്കും. ഇതൊരു പ്രൈവറ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലും സത്യത്തിൽ ഒരു കുഴപ്പമില്ല. ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു തടസ്സങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാഴ്ചകളിലേക്ക് പോകട്ടോ. നമ്മൾ ഒഴിവാക്കുന്ന മരമില്ല, മരത്തിൻ്റെ ഉള്ളിൽ നല്ല പീസ് എടുത്തിട്ട് പുറത്ത് വെച്ച് ആ പീസ് എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടോ. ഇതിന് പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ നിരത്തി വെച്ച് അടിച്ചുണ്ടാക്കിയതാണ്. കാണുന്നതൊക്കെ അതിൽ പെട്ടതാട്ടോ. ഒരു സാധനവും അതിൻ്റെ മര്യാദയ്ക്കുള്ള മരങ്ങളില്ല, ഒക്കെ അതിൻ്റെ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയ പീസുകൾ ഉപയോഗിച്ചിട്ടാട്ടോ. ഇവിടെ ഇത് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെ പീസുകളാട്ടോ പാക്കപ്പ് ചെയ്ത്, മരത്തിൻ്റെ പീസുകൾ വെച്ചിട്ട് ആണി അടിച്ചിട്ട് പാക്കപ്പ് ചെയ്താണ്. നമ്മളെ നാട്ടിൽ ഓട് ഇതിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ പുല്ലിടാറുണ്ട് അല്ലേ, പുല്ല് നമ്മൾ ഇടാറുണ്ട്. ഇത് മരങ്ങളിട്ടാലും ഇത് കണ്ടില്ലെങ്കിൽ മെയിൻ്റനൻസിൻ്റെ വലിയൊരു പ്രശ്നം വരാറുണ്ട്. അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഡ്രസ്സ് ഇതാ ഇവിടുന്ന് അവിടെ നിന്ന് ഇട്ട് വരണമെന്നില്ല, ഇവിടുന്ന് തന്നെ അവർ മേക്കപ്പൊക്കെ ചെയ്ത് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച കേട്ടോ. വെള്ളാരം കല്ലുകൾ, വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ, സംഗീതം വിടർത്തുന്ന വെള്ളച്ചാട്ടങ്ങൾ കണ്ടില്ല നിങ്ങൾ. അതിനോട് ഓരത്ത് ചേർന്നുള്ള ചെറിയ ചെറിയ കഫ്റ്റീരിയകൾ. കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സാധനം. നമുക്ക് ഫോട്ടോ എടുക്കാനും നടക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത്. പ്രാവുകൾ, ഈ പ്രാവുകളെ ഇവർ ഇവിടെ വളർത്തുന്നതായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ നമ്മൾ ഈ കൂണില്ലേ, നമ്മളെ കൂണല്ല, എന്തായിരുന്നു അതിൻ്റെ പേര്, അതും മറന്നുപോയല്ലോ. ഇത് ഉണങ്ങാനിട്ട്, അപ്പോൾ അത് മറന്നുപോയി, ഇപ്പം എനിക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഉണങ്ങാനിടുന്ന കേട്ടോ ഇവരിവിടെ കൃഷി ചെയ്യുന്ന ഇവരെ ഒരു നാഷണൽ ഐറ്റമാണ്. നമ്മളെ വേറെ വെജിറ്റബിളൊക്കെ പറയുന്നത് പോലെ. എനിവേ ഇതാണ് നമ്മളെ കാഴ്ചകൾ. ഇനി വീണ്ടും നമ്മൾ പാലം കടന്നുള്ള കാഴ്ചകളിലേക്ക് പോകാട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കണ്ടില്ല, ഇതേപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ആൾക്കാർ വരുന്ന കേട്ടോ. ഡ്രസ്സ് ചെയ്ത് വിദേശികൾ തന്നെ കേട്ടോ, വിദേശികളാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഈ ഇതുപോലത്തെ ഡ്രസ്സുകൾ കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല കഫ്റ്റീരിയകളുണ്ട് ഇവിടെ. അതാ ഡ്രസ്സ് ചെയ്യേണ്ടല്ലോ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞെന്തെങ്കിലും കൂണോ എന്തായിരുന്നു ഇങ്ങോട്ട് മറന്നു പോയിട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ സംഗതികൾ.
ഈ ഭാഗങ്ങളിൽ ഈ സെൻറ്ററിലൊക്കെ ഇരുന്നിട്ട് ഓരോരോ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക. ഇത് ചുറ്റുവട്ടത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 400K ആണ് ചാർജ്. ഇവിടെ കുതിരപ്പുറത്ത് നിന്നിട്ടൊക്കെ എടുത്തിട്ടൊക്കെ കയറുന്നുണ്ട് കേട്ടോ, വെള്ളക്കുതിരകളാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഫോട്ടോ എടുക്കാൻ തന്നെയാണ് മെയിനായിട്ട് ത്രില്ല് കാണുന്നത് കേട്ടോ. എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കാൻ വന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ തന്നെ നമുക്കിതാ ഇതുപോലെ കുതിരൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പുറം റെസ്റ്റോറൻറ്റുകൾ കേട്ടോ, കോഫി ഷോപ്സ്. ഇതിവിടെ വെള്ളത്തിൻ്റെ നമ്മൾ പണ്ടുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ആ ചോട്ടുണ്ട് നമ്മളെ നാട്ടിലുണ്ട് അല്ലേ, പണ്ട് കൃഷി സ്ഥലങ്ങളിൽ ഉപയോഗിച്ച സംഗതികളാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ ഇതുപോലത്തെ 3-4 ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ ശരിക്കും നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇവിടേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളോ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ, ഒക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല വഴികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്യാമറാമാന്മാരുമായിട്ടാണ് ആൾക്കാരിൽ. ഈ പ്രാവുകളെ കൂട് ഇതാട്ടോ, ഇതാണ് പ്രാവുകളെ കൂടായിട്ട് വെച്ചവർ. ഈ പ്രാവുകളാണ് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കേട്ടോ ശരിക്കും. അപ്പോൾ ഇപ്പം നമ്മളിതാ ഇത് ഇവിടെ ഒക്കെ മരത്തിലാണ് കേട്ടോ, കാര്യങ്ങളുള്ളതൊക്കെ മരത്തിലാണ്. ഇത് കാറ്റ് റെസ്റ്റോറൻറ്റ് ഇതാണ് കാറ്റ് വില്ലേജിൻ്റെ മെയിൻ ഹൈറ്റ് കേട്ടോ. ഇക്കരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കരിങ്കല്ലിലൂടെ ഇതേമാതിരി നല്ല ഇതൊക്കെ ചെയ്ത് വെച്ച് ഗാർഡനൊക്കെ ചെയ്ത് വെച്ച സ്ഥലങ്ങൾ കഫ്റ്റീരിയയിലുണ്ട്. ഇവിടെ ഇവരെ ഡ്രസ്സുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഇട്ടത്. എൻ്റേത് വേറെ തന്നെയാണ്, ഈ വില്ലേജത്തെ അല്ലാത്തതുകൊണ്ട് നമ്മളത് ഇവിടെ ഫോട്ടോസിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇനി ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇതേപോലത്തെ നല്ല കഫേ ഉണ്ട്. ആൾക്കാർക്ക് ഇത് നടക്കാൻ കഴിയുന്നില്ല, ഇതിട്ടിട്ടേ ഇവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രാവിൻ്റെ കൂടുകളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സ്. ഇവിടുത്തെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഈ വില്ലേജിലെ. അപ്പം നമ്മളിതല്ല, നമ്മളെ ഡ്രസ്സ് വേറെ തന്നെയാണ് കേട്ടോ. കുതിരപ്പുറത്ത് നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കൽ. അപ്പം നമുക്ക് അവിടെ ഇതേപോലത്തെ കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഴ്ചകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ ഡ്രസ്സ് ഇട്ട് വന്ന് ചിലർക്ക് നടക്കാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ലോയറ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സിറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇതേപോലെയുള്ള നല്ല ഭംഗി ഫ്രൂട്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ, എല്ലാ സംഗതികളും. ഇവിടെ വിയറ്റ്നാമിൽ മറ്റൊരു പ്രത്യേകത ചൈന പോലെ തന്നെയാണ്. നമ്മൾ ഏത് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു കഫ്റ്റീരിയ അല്ലെങ്കിൽ ഒരു ബാർ സെൻറ്റർ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതാണ് വിയറ്റ്നാമിലെ മറ്റൊരു പ്രത്യേകത. ഒരു സാധനവും ഒരു ടൂറിസ്റ്റിന് കിട്ടാതാവുന്ന പ്രശ്നങ്ങളേ ഇല്ല. ഇതേപോലെയുള്ള ആൾക്കാർ ഇവിടെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ കുതിരൻ്റെ കാഴ്ചകളുണ്ട്. അവൾക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഈ ഡ്രസ്സും ഇതിൽ പെടുന്ന കേട്ടോ. മെയിനായിട്ട് ഇവർ ഇതുപോലത്തെ നമ്മളെ ആ സിൽവർ കാറ്റഗറിയുള്ള സാധനങ്ങൾ ഇത് മണിപ്പൂരിൽ കുറേയൊക്കെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി അട്രാക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ട്രഡീഷണലായിട്ട് വയസ്സായ ആൾക്കാരതുണ്ട് കേട്ടോ. മോ 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 മൈ ഫ്രണ്ട്. This after I come. This topi, I check. Yes, thank you. ഇതൊക്കെ വരെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ വരെ ഇവിടെ ഈ വയസ്സായവരുടെ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. ഹലോ, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാട്ടോ ഇവരെ. ഇംഗ്ലീഷുകാർ ഈ ഡ്രസ്സ് ഇടുമ്പോൾ കേട്ടോ ഭയങ്കര രസം. ഓർക്ക് ഇത്ര ഹെവി ഡ്രസ്സ് ഇട്ടിട്ടൊന്നും താഴ്ക്കല്ലല്ലോ. അതും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുക ചെയ്യുക. ഫോട്ടോയും മാത്രം താഴോട്ടിടുക.
കാരണം അവർക്കിത് തൂക്കി പിടിച്ച് നടന്നിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട് നടന്നിട്ടല്ലേ തയ്ക്കുള്ളൂ. ഭയങ്കര വിറ്റാട്ടോ. ഇംഗ്ലീഷുകാർ ഇത് ഇടുമ്പോഴാണ് ഏറ്റവും വിറ്റ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്നാട്ടോ വന്നത്. അതിലൂടെ അവിടെ നിന്ന് ഈ ടോപ്പിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടേക്ക് എത്തിയത്. നിങ്ങൾ കാണിച്ചില്ലേ വാഴകളൊക്കെ കണ്ട അതിൻ്റെ ഇടയിൽ. നാച്ചുറലായിട്ട് നല്ല ഫോട്ടോസുകൾ എടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇവിടെ നിന്നിട്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് വെള്ളച്ചാട്ടം തന്നെ, ഒരു ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും ഫോട്ടോകളും ഒക്കെ തന്നെയാണ് ഇവിടെ എടുക്കാനുള്ളത് പ്രധാനമായി. കണ്ടില്ലേ, അടിപൊളി വെള്ളച്ചാട്ടമാണ്, സ്പ്രെഡ് ചെയ്ത് വരുന്നത് ലൊക്കേഷനാണ്. ഇതുപോലത്തെ എത്ര ലൊക്കേഷൻ നമ്മളെ കേരളത്തിലുണ്ടല്ലേ, ഇഷ്ടം പോലെ ലൊക്കേഷൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഹൈലൈറ്റ്. അതിനോട് ചേർന്നിട്ട് ഒരു ഡാമേജും വെള്ളങ്ങൾക്കോ ബാക്കിയുള്ളതിനോ വരാതെ ഇവർ ചെയ്ത സെറ്റപ്പാണ് ഈ കാറ്റ് വില്ലേജ് കേട്ടോ. കാറ്റ് വില്ലേജ് എന്നതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കിയിട്ടില്ല, അറിയണം നമുക്ക്. അങ്ങനെ ഈ അടിപൊളി വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മളിങ്ങനെ മേലോട്ടേക്ക് വരികയാണ്. ഇനി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി വരുന്ന വെള്ളങ്ങളുടെ കാണാട്ടോ. കുട്ടികളും ഇവരൊക്കെ ഈ ഡ്രസ്സിൽ നിൽക്കുന്നത് കണ്ടില്ല. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്യാമറാമാൻ വന്ന് വരെ പോസ് ചെയ്ത് ചെയ്യിപ്പിക്കട്ടോ ഫോട്ടോസ് വീഡിയോസൊക്കെ. ഇവിടെയൊക്കെ തന്നെയാണ് മെയിൻ ഫോട്ടോ ആണ് ഇവിടുത്തെ സംഗതികൾ. ഈ ഡ്രസ്സുണ്ട്, ഡ്രസ്സ് ഇട്ടവരും ഇട്ടാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. ഇതും ഇവിടുത്തെ ഒരു ഡ്രസ്സ് തന്നെ കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഡ്രസ്സാണ്, ചോപ്പൊന്നും ഇല്ലാത്ത. മെയിൻ വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിന്നിട്ടാണ് മെയിൻ ഫോട്ടോ എടുക്കുന്ന ഭംഗികൾ കേട്ടോ. വരിയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരാട്ടോ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അവിടെ വികാതിരിക്കാനുള്ള സംവിധാനം കല്ലിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിട്ടോ. ശരിക്കും നല്ല ചാട്ടമാണ് ചാടി വരുന്ന വെള്ളം. അപ്പോൾ ഇതിലൂടെ ഒലിച്ചിട്ട് നമ്മളിതായി കാണുന്ന ഇതിലൂടെയാണ് പിന്നെ പോകുന്നത് കേട്ടോ. അവിടെ നിന്നും വരുന്നുണ്ട്, അത് വേറെയും കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇത് നോക്കിയങ്ങൾ അവിടെ നമ്മൾ നല്ല ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ, നാച്ചുറൽ. അങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇവിടെ ഇതൊക്കെ സെയിൽസിന് വെച്ച സംഗതികളാട്ടോ. ഇതൊക്കെ സെയിൽസിന് വെച്ചാണ്. ഇതൊക്കെ 20K, ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. 20K എന്ന് പറഞ്ഞാൽ 60 റുപ്യ. 60 റുപ്യക്കാണ് ഈ സംഗതികളൊക്കെ വിൽക്കുന്നത്. ഇത് അധികം ഹാൻഡ് മെയ്ഡ് തന്നെയാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് ആണ് നമ്മൾ ആ പ്രൈസ് കൊടുക്കുന്നത്. നമ്മളെ നാട്ടിലെ കൈത്തറി ഒക്കെ പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട, ഇവിടുത്തെ സപ്പോർട്ടിങ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ ഇത്. ഇതേപോലെ ഗാർഡനൊക്കെ ചെയ്താൽ നല്ലൊരു പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗാർഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന് വെള്ളവും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ ഇവിടെ തന്നെ മഴയും സൗകര്യമൊക്കെ കിട്ടുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിലൂടെ ഇറങ്ങി ഇതിലൂടെ തിരിച്ച് വരിക കേട്ടോ. ഇനി തിരിച്ച് ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് വേണേൽ വീണ്ടും പോവാം, തിരിച്ച് മേലോട്ടേക്ക് വേണേൽ മേലോട്ടേക്കും പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ വില്ലേജിൻ്റെ കാഴ്ചകൾ. അടുത്ത കാഴ്ചകളിലേക്കാട്ടോ ഇനി നമ്മൾ പോകുന്നത്. എങ്ങനെ ഇതേപോലെ നമ്മൾ തിരിച്ച് നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ കൂടിയാട്ടോ വരുന്നത്. അടിപൊളിയല്ല, അടിപൊളി ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടിയാണ്. ഇതാ ഇതിൻ്റെ ഫുള്ളൊരു വ്യൂ ആട്ടോ. ഒരു വ്യൂ പോയിൻ്റിൽ നിന്നും ഉള്ള ഫുള്ളായിട്ട് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡില്ല, പക്ഷെ അപ്പുറത്തേക്കുള്ള ഫുള്ള് വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ, ലോങ് വ്യൂ ആണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് കയറി വരിക കേട്ടോ. കണ്ടില്ല നിങ്ങൾ, അവിടെ നിന്നിട്ട് കയറി വരികയാണ്. കാഴ്ചകൾ നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പം വലിയൊരു മലൻ്റെ ചെരുവ്, വെള്ളച്ചാട്ടം, അപ്പുറം ഒരു ചെറിയ കൃഷിയിടം. ഇതിനെ എടുത്തിട്ട് ലോകത്തിലെ കാറ്റ് എന്ന പേരിൽ ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി. എന്താ അല്ലേ, എന്തുകൊണ്ടായിരിക്കും ഇവർ കാറ്റ് വില്ലേജ് എന്ന് പേരിട്ടത് എന്നറിയോ? അപ്പം അത് സസ്പെൻസാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് കുറേ പൂച്ചകൾ അവിടെ കാണാൻ പറ്റും, അതായിരിക്കും കാറ്റ് എന്നുള്ള പേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേറൊരു എന്താ പറയുക, ഒരു ചരിത്രമുണ്ട്. പൂച്ചകളെ വളർത്തിയിരുന്നു പോലും ഇവർ മുമ്പ്. അപ്പം വേറെന്തോ ഒരു പേര്, സോങ്സാങ് എന്തോ ഒരു പറഞ്ഞ പേരിലായിരുന്നു ഈ സ്ഥലം. അപ്പം ഫ്രഞ്ചുകാർ വന്ന സമയത്ത്, ആ കാലത്ത് വിദേശികൾ വരുമ്പോൾ അവർ ഇതിൻ്റെ പേരിൽ പൂച്ചനെ കണ്ടപ്പം ആ ലൊക്കേഷൻ അവരറിയപ്പെട്ടത് കാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇവർ കാറ്റ് എന്നുള്ള പേരായി മാറിയത് എന്നാണ് പറയുന്നത്, ഒരാൾ പറഞ്ഞത്. അപ്പോൾ വിയറ്റ്നാമിലെ ഈ കാറ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് തരിക, സപ്പോർട്ട് തരിക, ഷെയർ ചെയ്യട്ടോ. എല്ലാ ആൾക്കാരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം.
കാരണം നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് എനർജി. കാരണം നമ്മൾ ഇത്രയും ഹൈറ്റിൽ കയറി നടന്നും വന്നും ഒന്നും നമുക്ക് ക്ഷീണം വരില്ല. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര പവർഫുള്ളായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അതൊന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം നല്ല നല്ല കാഴ്ചകളിലേക്ക് ഞാൻ പരിശ്രമിക്കും. എന്തെങ്കിലും പോരായികളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യസമേതം കമൻറ്റ് ചെയ്തോളി. എന്നിൽ വരുന്ന തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ 100% തിരുത്തിയിരിക്കും. അത്രത്തോളം യാത്രയോടുള്ള ഇഷ്ടം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾ എന്നോടൊപ്പം വേണം എന്നത് ഇന്ന് എൻ്റെ യാത്രേൻ്റെ ഊർജ്ജമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ കാറ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് കാണാൻ പോകുന്നത് വേറെ തന്നെ ലെവലുള്ള ഒരു കാഴ്ചയിലേക്കാണ്. എപ്പിസോഡിലേക്ക് കാണും വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, നന്ദി.